പ്രളയം നാശം വിതച്ച കേരളത്തിന്റെ കണ്ണീരൊപ്പാൻ പ്രവാസ ലോകവും ഊർജ്ജസ്വലതയുടെ രംഗത്തുണ്ട്. സാമ്പത്തിക സഹായമായും ജീവകാരുണ്യ ഉൽപ്പന്നങ്ങളായും പരദേശികളുടെ കാരുണ്യം കേരളത്തിലേക്ക് ഒഴുകുകയാണ്. സമ്പന്നർ മാത്രമല്ല, പ്രവാസ ലോകത്തെ സാധാരണക്കാരും കേരളത്തിനു വേണ്ടി തങ്ങളാൽ സാധിക്കുന്നത് ചെയ്യാനുള്ള തിടുക്കത്തിലാണ്. പ്രളയക്കെടുതിയിൽ കേരളം ഒറ്റയ്ക്കല്ലെന്ന് തെളിയിക്കുകയാണ് കടൽ കടന്നെത്തിയ ഈ മനുഷ്യർ. കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയത് നമ്മൾ അതിയായി അഭിമാനിക്കുന്നു. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ചില UAE പൗരന്മാരും കേരളത്തെ പിന്തുണയ്ക്കാനുള്ള യത്നത്തിൽ സജീവം. People don't know when this will end. People don't know what's going to happen next. But there are ways that we can all help. The Chief Minister has set up a disaster relief fund, and for people in the UAE, KMCC ഉൾപ്പെടെയുള്ള എണ്ണമറ്റ സംഘടനകളും നാട്ടിലേക്ക് സാധ്യമായത്ര ഉൽപ്പന്നങ്ങൾ എത്തിക്കാനുള്ള തിടുക്കത്തിലാണ്. നിങ്ങൾക്കറിയാം, ആളുകൾ ബ്രെഡിന് വേണ്ടി വെള്ളത്തിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ്. അപ്പം വെള്ളം എത്തിക്കുക, അതുപോലെ ഒരു നേരത്തെ ആഹാരത്തിനുള്ള അവസരം ഉണ്ടാക്കുക, അതുപോലെ ഈ കിച്ചൺ എക്യുപ്മെന്റ്സുകൾ ഐറ്റങ്ങൾ അത് എത്തിക്കുക. കാർഗോ കമ്പനികളും മണി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങളും സേവന നിരക്ക് പോലും വേണ്ടെന്ന് വെച്ചാണ് ദുരിതബാധിതരോട് ഐക്യപ്പെടുന്നത്. കെടുതികൾക്കിരയായവർക്ക് ഗൾഫിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുക്കാൻ കാർഗോ കമ്പനികളുമായി സഹകരിച്ച് ഗൾഫ് മാധ്യമം, മീഡിയ വൺ ചാനൽ എന്നിവ ആവിഷ്കരിച്ച പദ്ധതിക്കും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. കേരളത്തെ പുനർനിർമ്മിക്കാനുള്ള ഭാവി പദ്ധതികൾക്കും തങ്ങൾ കൂടെ തന്നെ ഉണ്ടാകുമെന്ന ഉറപ്പും പരദേശികൾ നൽകുന്നുണ്ട്. MC നാസർ, മീഡിയ വൺ, ദുബൈ.